നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമെനിക്കൽ ദേവാലയത്തിന്റെയും എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെയും റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും എക്യുമെനിക്കൽ പ്രാർത്ഥനാ കൂട്ടായ്മയും നടത്തപ്പെട്ടു. സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും വേദിയായി മാറുകയായിരുന്നു നിലയ്ക്കൽ റൂബി ജൂബിലി ആഘോഷം. വിവിധ സഭകളിൽ നിന്നുള്ള അഭിവന്യ പിതാക്കന്മാർ പങ്കെടുക്കുകയും സഭകൾ തമ്മിൽ ഐക്യത്തിൽ വ്യാപരിക്കേണ്ടതിന്റെ ആവശ്യകത പങ്കുവയ്ക്കുകയും ചെയ്തു. സമാപന സമ്മേളനം കർദിനാൾമാർ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട സർക്കാരുകൾ വന്യമൃഗശല്യം കാരണം മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ലാഘവത്തോടെയാണ് സമീപിക്കുന്നതെന്ന് കർദിനാൾമാർ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ ചൂണ്ടിക്കാട്ടി. ജനപ്രതിനിധികൾ രണ്ടുപേരും ഇവിടെയുണ്ട്, ലോക്സഭയിലെയും നിയമസഭയിലെയും. ഞങ്ങൾക്ക് നിങ്ങളോടല്ലാതെ ഈ കാര്യം നിയമസഭയിലോ ലോക്സഭയിലോ എത്തിക്കാൻ വേറെ സംവിധാനം ഇപ്പോഴില്ല. നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് എന്തെല്ലാം തർക്കങ്ങൾ പറഞ്ഞാണ്, എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാണ് മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. തികഞ്ഞ ലാഘവ ബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ കാണുന്നുവോ എന്ന് ഇവിടെ ഇരിക്കുന്നവരും ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമായ സാധാരണക്കാരായ മനുഷ്യർ ഭയപ്പെടുന്നു എന്നത് പരമാർത്ഥമാണ്. ഇതിനൊരു പരിഹാരമുണ്ടാകണം. ഇത് നമ്മുടെ പൊതു ജീവിതത്തിൽ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. അന്യായമായി വസ്തു കയ്യേറിയവരല്ല, കാട് ഇറങ്ങി വന്ന വന്യമൃഗങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, പിറകിൽ നിന്ന് വന്ന് അടിച്ചു കൊല്ലുന്ന സാഹചര്യമുള്ള ദിനങ്ങൾ, കുട്ടികളെ ഭയമില്ലാതെ സ്കൂളിലേക്ക് അയക്കാൻ സാധിക്കാത്ത ദൈനംദിനമുള്ള അവസ്ഥ, ഇത് ഒരു പരിഹാരം കണ്ടെത്തേണ്ട മാർഗമാണ്. ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവരാനും ലഭ്യമായ അവകാശങ്ങളിൽ കൈകടത്താനും വെട്ടിക്കുറയ്ക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന നീക്കങ്ങൾ അപലപനീയമാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത പറഞ്ഞു. നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ സഭാപിതാക്കന്മാർ നൽകിയ ഐക്യ മാതൃക ഇന്നും സഭകൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. വിശ്വാസപരമായ അനൈക്യം ഏറെ ഉണ്ടെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം ഒറ്റക്കെട്ടാണെന്നുള്ള ചിന്ത ഈ പ്രസ്ഥാനം നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന സമൂഹമായിട്ട് നമ്മളുടെ സമൂഹം മാറണം. നമ്മിൽ തന്നെയുള്ള ചെറിയ അസ്വാരസ്യങ്ങളും മൂല്യച്യുതിയും ക്രിസ്തുസാക്ഷ്യം ഫലകരമായി നിർവഹിക്കുന്നതിന് തടസ്സമാകുന്നുണ്ടോ എന്നത് നാം പരിശോധിക്കണം. നഷ്ടമായ ധാർമ്മിക മൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിനായിട്ട് നാം പരിശ്രമിക്കണം. സഭകളുടെ ഐക്യം വാക്കുകൾ മാത്രമാകാതെ പ്രവർത്തന ഇടങ്ങളിൽ യാഥാർത്ഥ്യമാകണം. ജനങ്ങൾ തമ്മിലുള്ള സ്നേഹവും കരുതലും വളർന്നു വരണം. കരുതലിൻ്റെ പുതിയ ശുശ്രൂഷ മേഖലകൾ കണ്ടെത്തുവാൻ സഭ ഐക്യ പ്രസ്ഥാനത്തിലൂടെ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നത് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പൊലീത്ത, ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുറിലോസ്, കുര്യാക്കോസ് മാർ സെവേറിയോസ് വലിയ മെത്രാപ്പൊലീത്ത എന്നിവർ ജൂബിലി സന്ദേശങ്ങൾ നൽകി. ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ക്രൈസ്തവ സഭകളുടെ സാമൂഹിക പ്രതിബദ്ധത സംബന്ധിച്ച പ്രമേയം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ അവതരിപ്പിച്ചു. ജോഷോ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത ആമുഖ സന്ദേശം നൽകി. ജോഷോ മാർ ഇഗ്നാത്യൂസ് മെത്രാപ്പൊലീത്ത, ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രീം, തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ആന്റോ ആന്റണി MP, KU ജനീഷ് കുമാർ MLA, നിലയ്ക്കൽ ട്രസ്റ്റ് ട്രഷറർ എബ്രഹാം ഇട്ടിച്ചെറിയ, സുരേഷ് കോശി, എബ്രഹാം മാത്യു പനച്ചമൂട്ടിൽ, ഫാദർ ജോസഫ് വെള്ളമറ്റം, ഫാദർ ജോർജ് തേക്കടയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഘർഷത്തിലേക്ക് ഏത് നിമിഷവും നിസ്സാര കാരണത്തിൻ്റെ പേരിൽ വഴുതി വീഴാവുന്നതും നിർബന്ധിക്കപ്പെട്ട് തള്ളിയിടാവുന്നതുമായ സാഹചര്യങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ മധ്യത്തിൽ നമ്മുടെ സ്വത്വബോധം, സമുദായബോധം, സഭാബോധം, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ സാങ്കത്യം, ഇവയെല്ലാം നിലനിർത്തിക്കൊണ്ട് വേണം നാം
ഇതിന് പരിഹാരം കണ്ടെത്താൻ. നിലയ്ക്കൽ എന്നത് ഒരു സ്ഥലത്തിൻ്റെ നാമം മാത്രമായി പരിമിതപ്പെടരുതേ. നിലയ്ക്കൽ എന്നത് നമുക്ക് സ്വർഗം തുറന്നു നൽകിയ ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെയും പുതിയ സമർപ്പണത്തിൻ്റെയും പുതിയ ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അഭിവന്യ മെത്രാപ്പൊലീത്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരുമിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നതിനുള്ള യഥാർത്ഥ സ്ഥിതി നമുക്ക് സമ്മാനിച്ചത് ഒരു സംഘർഷമല്ല, സ്വർഗം നമുക്ക് നൽകിയ കൂട്ടായ്മ ബോധ്യമാണ്. ജനപ്രതിനിധികൾ രണ്ടുപേരും ഇവിടെയുണ്ട്, ലോക്സഭയിലെയും നിയമസഭയിലെയും. ഞങ്ങൾക്ക് നിങ്ങളോടല്ലാതെ ഈ കാര്യം നിയമസഭയിലോ ലോക്സഭയിലോ എത്തിക്കാൻ വേറെ സംവിധാനം ഇപ്പോഴില്ല. നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് എന്തെല്ലാം തർക്കങ്ങൾ പറഞ്ഞാണ്, എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാണ് മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. തികഞ്ഞ ലാഘവ ബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ കാണുന്നുവോ എന്ന് ഇവിടെ ഇരിക്കുന്നവരും ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമായ സാധാരണക്കാരായ മനുഷ്യർ ഭയപ്പെടുന്നു എന്നത് പരമാർത്ഥമാണ്. ഇതിനൊരു പരിഹാരമുണ്ടാകണം. ഇത് നമ്മുടെ പൊതു ജീവിതത്തിൽ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. അന്യായമായി വസ്തു കയ്യേറിയവരല്ല, കാട് ഇറങ്ങി വന്ന വന്യമൃഗങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, പിറകിൽ നിന്ന് വന്ന് അടിച്ചു കൊല്ലുന്ന സാഹചര്യമുള്ള ദിനങ്ങൾ, കുട്ടികളെ ഭയമില്ലാതെ സ്കൂളിലേക്ക് അയക്കാൻ സാധിക്കാത്ത ദൈനംദിനമുള്ള അവസ്ഥ, ഇത് ഒരു പരിഹാരം കണ്ടെത്തേണ്ട മാർഗമാണ്. നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ സഭാപിതാക്കന്മാർ നൽകിയ ഐക്യ മാതൃക ഇന്നും സഭകൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. വിശ്വാസപരമായ അനൈക്യം ഏറെ ഉണ്ടെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം ഒറ്റക്കെട്ടാണെന്നുള്ള ചിന്ത ഈ പ്രസ്ഥാനം നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന സമൂഹമായിട്ട് നമ്മളുടെ സമൂഹം മാറണം. നമ്മിൽ തന്നെയുള്ള ചെറിയ അസ്വാരസ്യങ്ങളും മൂല്യച്യുതിയും ക്രിസ്തുസാക്ഷ്യം ഫലകരമായി നിർവഹിക്കുന്നതിന് തടസ്സമാകുന്നുണ്ടോ എന്നത് നാം പരിശോധിക്കണം. നഷ്ടമായ ധാർമ്മിക മൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിനായിട്ട് നാം പരിശ്രമിക്കണം. സഭകളുടെ ഐക്യം വാക്കുകൾ മാത്രമാകാതെ പ്രവർത്തന ഇടങ്ങളിൽ യാഥാർത്ഥ്യമാകണം. ജനങ്ങൾ തമ്മിലുള്ള സ്നേഹവും കരുതലും വളർന്നു വരണം. കരുതലിൻ്റെ പുതിയ ശുശ്രൂഷ മേഖലകൾ കണ്ടെത്തുവാൻ സഭ ഐക്യ പ്രസ്ഥാനത്തിലൂടെ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നത് ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ, ജീവകാരുണ്യ മേഖലകളിൽ, ആതുര ശുശ്രൂഷ മേഖലകളിൽ ആരും ചെയ്യാത്ത വിധമുള്ള അതുല്യമായ സംഭാവനകൾ ചെയ്തുകൊണ്ട് ഈ സമകാലിക കേരള സംസ്കൃതിയെ, ഇന്നത്തെ ഭാരത സമൂഹത്തെ നവസമൂഹമായിട്ട്, മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതിന് നമ്മൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മൂലം മറ്റുള്ളവരും അറിയേണ്ടതാണ്. അപ്പോഴിതെല്ലാം ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾക്ക് ഉത്തരമായി ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുൻപോട്ട് പോകേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിൽ തന്നെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ചിലപ്പോഴെങ്കിലും ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഒരുമിച്ച് ഒരു സ്വരമായി സമൂഹ നേതൃത്വത്തോട്, രാഷ്ട്രീയ നേതൃത്വത്തോട് നമുക്ക് പറയാൻ പറ്റാതെ പോകുന്നത്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെയൊക്കെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഇവിടെയുള്ള ഈ ബഹുസ്വരത കൃത്യമായിട്ട് പരിപാലിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട്, ഇവിടെയുള്ള വൈവിധ്യങ്ങൾ, അത് മതപരവും സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യങ്ങൾ യഥോചിതം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് സ്വരമുയർത്താനും നിലപാട് സ്വീകരിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സാധിച്ചത് ഇന്ന് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുമുണ്ട്. അതുകൊണ്ട് അത് മാറ്റിയെടുത്തുകൊണ്ട് ഒരു സ്വരമായി, ഒരു ദർശനമായി, ഒരു നിലപാടുകളുമായിട്ട് ഇനി മുൻപോട്ട് നടക്കാൻ
ഈ റൂബി ജൂബിലി ആഘോഷം ഒരുമിച്ച് തീരുമാനിച്ച് പ്രഖ്യാപനം നടത്തുന്ന ഒരു സമയമായിട്ട് ഇതിനെ കാണണമെന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാവരോടും ആദ്യമായിട്ട് വയ്ക്കാനുള്ളത്. നമുക്ക് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഈ എക്യുമെനിക്കൽ ട്രസ്റ്റിലെ അംഗങ്ങളായ വൈദികരുടെ ഒരു വൈദിക സമ്മേളനം ആണ്ടിലൊരിക്കൽ നടക്കുമായിരുന്നു. അങ്ങനെ ഒന്ന് കനാനായ സഭയുടെ ആസ്ഥാനത്ത് ഒരു വലിയ നൊയമ്പിൽ നടത്തിയത് ഞാൻ മെത്രാച്ചനായതിനു ശേഷം വൈദികരോടുകൂടി ഒന്നിച്ച് സംബന്ധിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ വൈദിക ഒന്നിച്ചുള്ള സമ്മേളനങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാരുടെ, നമ്മുടെ ഇടയിലുള്ളവരുടെ ആണ്ടിലൊരിക്കലെങ്കിലുമുള്ള ഒരു കൂട്ടായ സമ്മേളനം. നിക്കിയ സുനഹദോസ് നടന്നിട്ട് 1700 വർഷം പൂർത്തിയാക്കപ്പെടുന്ന ഈ സമയത്ത് നമുക്കൊന്ന് ഒന്നിച്ചു ചേരാൻ സാധിക്കുമെങ്കിൽ, അതുപോലെ വീക്ക് ഓഫ് പ്രയർ, ജോയിൻറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്, നമ്മുടെ മുമ്പിൽ സാധ്യതകൾ ഒരുപാടുണ്ട്. വീണ്ടും ഒരു കുരിശിനു വേണ്ടി കാത്തിരിക്കാതെ, നമുക്കറിയാം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ നാട്ടിൽ വ്യാപകമായി വരുന്ന അക്രമങ്ങൾ, ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം, അത് സൃഷ്ടിക്കുന്ന അപകടകരമായ അനന്തര പ്രത്യാഘാതങ്ങൾ, നമുക്ക് മുമ്പിൽ വെല്ലുവിളികൾ ധാരാളമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവയെ നേരിടുന്നതിനേക്കാൾ കൂട്ടായി നമുക്ക് നേരിടാൻ ശ്രമിക്കുമെങ്കിൽ ഈ നാടിൻ്റെ മുഖച്ഛായ പോലും, നിലയ്ക്കലിൻ്റെ മുഖച്ഛായ എന്നല്ല ഞാൻ കാണുന്നത്, ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. തലങ്ങും വിലങ്ങും ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയായിട്ട് നമ്മൾ ക്രൈസ്തവർ തീരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ക്രൈസ്തവ സമൂഹം അത് നമ്മളുടെ ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനാകട്ടെ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാവട്ടെ, ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാവട്ടെ, ആതുര സേവന മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാവട്ടെ, സാമൂഹിക പ്രവർത്തനങ്ങൾക്കാകട്ടെ നെഞ്ചു വിരിച്ച് നേതൃത്വം നൽകിയതായ ഈ ക്രൈസ്തവ കൂട്ടായ്മ ഇത്രമാത്രം വേറെ ഏതെങ്കിലും ഒരു കൂട്ടായ്മ, ഒരു മതസമൂഹം ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയേണ്ടതായ കാര്യമാണ്. ഇങ്ങനെ ഈ നാടിനു വേണ്ടി ജീവനും ജീവാംശവും നൽകി ഈ നാടിൻ്റെ ഭാഗധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൈസ്തവ സമൂഹം അതിനെ വളർത്തിയെടുക്കേണ്ടതിനും അതിനെ സംരക്ഷിക്കേണ്ടതും സത്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഏറ്റവും വലിയൊരു കടമയാവുന്നു. നാം ഇന്ന് ഈ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം ഉറങ്ങുന്ന ഈ നിലയ്ക്കിലേക്ക് വരുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ഉദ്ദേശം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇത് തന്നെയാണ്. ഈ ക്രൈസ്തവ കൂട്ടായ്മ ഈ നാടിൻ്റെ വലിയ അഭേദ്യമായ ഒരു ഭാഗമായി തുടർന്നും നിലനിന്ന് ഈ നാടിനെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. യേശുതമ്പുരാൻ ഈ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണമേ എന്ന്. ഈ ഐക്യത്തിൻ്റെ സന്ദേശം നാം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തിനു വേണ്ടിയാണ് അവരൊന്നാകുന്നത്? അതുവഴി ലോകമറിയണം. എന്താണ് ലോകം അറിയേണ്ടത്? അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു എന്ന്. ഈ ലോകത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട ഓരോ വ്യക്തിയും ഒരു പ്രത്യേകമായ സന്ദേശത്തോടു കൂടിയാണ് കടന്നു വരുന്നത് എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഈ സന്ദേശമെന്ന് നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലൂടെ അനുഭവിക്കുവാനും പകർന്നു കൊടുക്കുവാനും ലഭിച്ച ഈ വലിയ അവസരത്തിൻ്റെ 40ാം വർഷമാണ് നാം ആഘോഷിക്കുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെടുത്ത ആ ത്യാഗം, സ്നേഹം, കരുതൽ 1984 14ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ക്രൈസ്തവ കൂട്ടായ്മയുടെ ഈ പിള്ളത്തൊട്ടിൽ അധിനിവേശത്താൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് ഇവിടെ നിന്നും പലായനം ചെയ്തു പോയ ആളുകളുടെ പൂർവികരെല്ലാം വർഷാവർഷങ്ങളിൽ ഈ വനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്ന മാർത്തോമൻ കുരിശ് കണ്ടെത്തുവാനിടയായതും
അങ്ങനെ ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യത്തോടു കൂടി ഒന്നിച്ച് സഭാ ഐക്യ കൂട്ടായ്മ പ്രവർത്തിച്ചതും അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു എന്നുള്ളതും ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ തർക്കഭൂമിയിൽ ആലയം വേണ്ട, ആത്മാവിലും സത്യത്തിലുമാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ പിതാക്കന്മാർ കാലം ചെയ്ത പരിശുദ്ധ മാത്യു സ്തുതിയൻ കാതോലിക്ക ബാവ, അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത, ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ്, ആർച്ച് ബിഷപ്പ് ജോസഫ് പൗത്തിൽ മെത്രാപ്പൊലീത്ത, ബിഷപ്പ് MC മാണി, ഏബ്രഹാം മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത, ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി മെത്രാപ്പൊലീത്ത തുടങ്ങിയ പിതാക്കന്മാർ വളരെ ഉജ്ജ്വലമായ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K. കരുണാകരനോടും ശ്രീ EK നായനാരോടും ചേർന്ന് നിന്നുകൊണ്ട് MV മന്മഥനെ പോലെയുള്ള ആളുകൾ, സുഗതകുമാരിയമ്മ ടീച്ചറിനെ പോലെയുള്ള ആളുകൾ ഈ ഐക്യം നേടിയെടുക്കുവാനും സാഹോദര്യവും സമുദായ സ്നേഹവും വളർത്തുവാനും നടത്തിയ പരിശ്രമം ആണ് നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം. ഇന്ന് സഭകളുടെ ഐക്യം എന്ന് പറയുമ്പോൾ ഈ വേദിയിലേക്ക് തന്നെ നോക്കിയാൽ അറിയാം, വ്യത്യസ്തങ്ങളായ ആരാധന രീതികളും വ്യത്യസ്തങ്ങളായ വേഷവിധാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുള്ള വൈവിധ്യങ്ങളുടെ മധ്യത്തിലാണ് ഇന്ന് സഭകൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ വൈവിധ്യം ഒരർത്ഥത്തിൽ അത് മനോഹാരിതയുടെ ഭാഗമാണെന്ന് ഞാൻ കാണുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൂന്തോട്ടമായിട്ട് സഭയെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈവിധ്യങ്ങളാർന്ന പൂക്കളാണ് ഓരോ പൂന്തോട്ടത്തിലുമുള്ളത്. എന്നാൽ ഈ വൈവിധ്യമാർന്ന പൂന്തോട്ടത്തിലെ പൂക്കൾ ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ ഒരു പൂന്തോട്ടത്തിന് അതിന് ഭംഗിയും മനോഹാരിതയും ഉണ്ടാകുന്നത്. ഇന്ന് മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകമുള്ള സഭകൾ ലോക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ചില വൈവിധ്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും കൂട്ടായ്മയുടെ അനുഭവം ഒരു പൂന്തോട്ടത്തിൻ്റെ മനോഹാരിത പോലെ സഭകൾക്ക് ഒരുമിച്ച് കൂടുന്നതിന്, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതിന്, ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുന്നതിനൊക്കെയുള്ള വേദിയായിട്ട് നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനം തീർന്നിരിക്കുന്നു. തുടർന്നും അത് അപ്രകാരം തന്നെ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് സാക്ഷ്യമുള്ള സമൂഹമായി നിലനിൽക്കുന്നതിനും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഇപ്പോൾ ഒന്നിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. എന്നാൽ ഇതിനകത്ത് പരമമായൊരു സത്യമുണ്ട്. എന്താണ് സത്യം? നമുക്കുള്ളിൽ ഡിവിഷനുണ്ട്, മുറിവുണ്ടെന്നൊരു ധാരണ ഉണ്ടെങ്കിലാണ് ഐക്യം സാധ്യതമാകുന്നത്. പെയിൻ ഉണ്ടാവണം. ദൈവമേ, നിൻ്റെ സഭ മുറിഞ്ഞിരിക്കുന്നു, എന്നിതൊന്നാകും. മാർപ്പാപ്പ തിരുമേനി പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ തിരുമേശയിൽ എന്ന് നമുക്കൊന്നിച്ച് ഭക്ഷിക്കാൻ കഴിയും. ആ ഒരു അഭിവാഞ്ഛ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കൂടിവരാൻ സാധിക്കത്തുള്ളൂ. 10 വർഷം കഴിയുമ്പോൾ ജൂബിലി കൊണ്ടാടുമ്പോൾ അന്ന് പറ്റുമോ? മരിക്കുന്നതിന് മുമ്പ് പറ്റുമോ? കർത്താവ് വരുന്നതിന് മുമ്പ് പറ്റുമോ? ഈ ഒരു അഭിവാഞ്ഛ നമ്മെ ഭരിക്കുമ്പോൾ അനുഗ്രഹീതമായ ഒരു ക്രിസ്തു സാക്ഷ്യത്തിനും ഐക്യത്തിനും ദൈവം തുണയ്ക്കും. മത ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ വിവേചനങ്ങൾ അവസാനിപ്പിക്കണമെന്നും നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റ് റൂബി ജൂബിലി സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന നീക്കങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം. JB കോശി ക്രൈസ്തവ പഠന റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിടണം. ജനസംഖ്യയിൽ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ക്രൈസ്തവ, സിഖ്, ബുദ്ധർ, ജൈനർ, പാഴ്സി എന്നീ മതന്യൂനപക്ഷങ്ങളെ മൈക്രോ മൈനോറിറ്റിയായി പ്രഖ്യാപിച്ച് പ്രത്യേക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങളും നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റ് റൂബി ജൂബിലി സമ്മേളനം ഉന്നയിച്ചു. ഷിക്കന ന്യൂസ്, പത്തനംതിട്ട.